കുളിപ്പിച്ചിട്ട് കെട്ടിയാ പോരെ? സാരമില്ല, അന്നേരം അഴിച്ചുകൂടാ. ആ സ്ത്രീകൾ കുടുംബക്കാരെങ്കിലും ആണോ? അല്ല. അത്രയും നല്ലത്. വായോ. ഇതാ ഇവിടെ എങ്ങനെ അരിവ് പറ്റിയിരുന്നു. മോള് തലക്കിലിരിക്കും. ഇതാരാണ്? ഞാനിവിടുത്തെ സർവന്റ്. കാലിലിരി. എന്തെങ്കിലുമൊക്കെ മിണ്ടിയും കരഞ്ഞോണ്ടിരിക്കും. മരണം ഇവിടല്ലേ, നാട്ടുകാരറിയട്ടെ. മോനടാ, ഒരു വെള്ളം മുണ്ടും എടുത്ത്. മോളെ, അകത്ത് പോയി ഒരു വെള്ളം മുണ്ടും എടുത്ത്. അലക്കിയതായാലും മതി. ചെല്ലേ. പോ. ഇങ്ങോട്ടൊന്ന് വന്നേ. അയാൾക്ക് എന്താ ഇവിടെ കാര്യം? അയാൾ ആരാ മുണ്ടെടുക്കാൻ പറയാൻ? നീ ഒന്ന് പതുക്കെ പറഞ്ഞു. മുണ്ട് നമ്മുടെ അച്ഛനെ പൊതിപ്പിക്കാനല്ലേ? അച്ഛണ്ടായിരുന്നെങ്കിലേ അയാളെപ്പോ ഇവിടെ കയറ്റുവോ? പൊട്ടൻ ഞങ്ങള് ഇവിടെ കലണ്ടറില്ലേ? വേലക്കാരിക്കാണല്ലോ തേങ്ങല് കൂടുതൽ. ശരിക്കും അറിയാത്ത ഉണ്ടവിടെ. എടാ, ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയില്ലേ? അച്ഛനല്ലേ, പുതപ്പിച്ച് കിടത്തണ്ടേ? എന്തിനു വെറുതെ പൊതുകടി വിളിക്കുന്നു? ചെല്ലേ. അതെ, ഇവിടെ മുണ്ടില്ലാന്നൊന്ന് വാ തുറന്ന് പറ. അടിയിലോട്ട് നോക്ക്. അവിടെ ഒന്നില്ല. പറഞ്ഞ പോലെ നിന്റെ അച്ഛൻ മുണ്ട് കൊടുക്കൂലായിരുന്നല്ലോ. ഒരു പഴം തുണി പോലും ഇല്ലല്ലേ? അതിനകത്തോട്ട് നോക്കിയോ. അവിടെ ഒന്നുമില്ല. ആരുടെ ആയാലും മതി, ചെന്ന് നോക്കിയോ. ഞാനിത് നോക്കണം. മുണ്ട് കണ്ടുപിടിച്ചു. ഇവിടെ ഈ രാഹുകാലം ഒന്നറിയാൻ കലണ്ടർ അവിടെ കണ്ടില്ലല്ലോ. അറിയില്ല. ഒന്ന് തപ്പ് വേഗം. എനിക്കറിയില്ല. അവിടെ എങ്ങാനും അലക്കിയതാ. നിന്റെ അപ്പനെ ഞാൻ പുതപ്പിക്കൂടാ. കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്നുണ്ട് ദൈവത്തിനതാ. വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ പോരിൽ മരിച്ചു വീരസ്വർഗസിദ്ധിക്കും വാരം സുഹൃതികൾക്കെന്നീ യോഗം വരാ. ദോഷങ്ങളെല്ലാം ഒടുങ്ങി തീ വന്നിനി ശേഷക്രിയക്കു തുടങ്ങു വൈകാതെ ഇത്തരുൾ മരുൾ ചെയ്തു നന്നരുളുന്ന തത്രമണ്ടോ തരികേണു കൈകൊള്ളിയതാ. നിർത്തണ്ട, കരഞ്ഞു. രാക്ഷസരൊക്കെ മരിച്ചതും കണ്ടിതി രൂക്ഷതയോടുമടുത്താൻ നരാന്തകൻ. അത് കറക്റ്റാ. നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ. എന്ത് നല്ല മനുഷ്യനായിരുന്നു. ഇന്നലെ കൂടെ വീട്ടിലോട്ട് വിളിച്ചു.
ആള് പോയിട്ടും പാർട്ടി ഇതുവരെ തീർന്നില്ലേ? അത് എന്നെയൊന്നും വിളിക്കാൻ തോന്നിയില്ലല്ലോ. ഇതുവരെ വരാത്ത പെങ്ങളൊക്കെ വരുന്നുണ്ട്. എടാ മാധവ, പാർട്ടി അടിപൊളിയായിരുന്നൂടാ, അടിപൊളി. ജിഗിട്ടി ജിഗിട്ടി ജിഗിട്ടിയായിരുന്നൂടാ. മാധവോ, മാധവ, ആ പവർ കട്ടാ. ആ, അവൻ ഉറങ്ങാണെങ്കിലേ ഉണർത്തണ്ട, ഞാൻ പോയിന്ന് പറഞ്ഞാല്. എനിക്ക് പശുവിനെ കറക്കാനുണ്ട്. അപ്പ എടാ ചെങ്കുട്ടി, നീ മാധവൻ വിളിച്ചിട്ട് വന്നാണോ? ഏതായാലും നന്നായിടാ. ഇനി നമുക്ക് മൂന്നുപേർക്കും കൂടി വേറൊരു ദിവസം കൂടാം. ആ ഓക്കെ, ഞാൻ പോയിന്ന് പറഞ്ഞേട്ടാ. അതെ, ഇവിടെ അടിക്കുമ്പോ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ മാധവേട്ടന്റെ ആത്മാവിന്റെ ആംബിയൻസ് കിട്ടും. കാത്തോളെ, ആത്മാവിനെ ആദ്യം ഒഴിക്കണേട്ടാ. ആത്മാവ് രുചിക്കണം. മാധവേട്ടന്റെ ആത്മാവായിട്ട് എനിക്ക് ഭയങ്കര ആത്മബന്ധം. ആരെങ്കിലും ഇത് കഴിക്കണമല്ലോ. അല്ല, ഈ ശങ്കുണ്ണിക്ക് ഇവിടെ എന്താ കാര്യം? സംഭവം ഒരു ശത്രുക്കളാണെങ്കിലും ചീട്ട് കളിക്കാൻ നേരത്ത് അവരൊന്നാണ്. അതാണ് അതിന്റെ ഒരു സ്പോർട്സ് മനസ്സിൽ. അതിപ്പോ ചീട്ടുകളിയിൽ എന്താ ശത്രുത? ഇപ്പൊ ഇന്ത്യയും പാകിസ്ഥാനായിട്ടുള്ള കളിയില്, ക്രിക്കറ്റ് കളിയില് ശത്രുത വല്ലോട്ടോ? ആ, അത് കാണാനല്ലേ ഏറ്റവും വലിയ രസം. ഈ മരണം നടന്ന വീട്ടിലാണോ നിങ്ങൾ പാർട്ടി നടത്തിയത്? അങ്ങനെയല്ലേ ചേച്ചി, പാർട്ടി നടന്നതിന് ശേഷമാണ് ചേട്ടൻ മരിച്ചത്. എന്തായാലും ശരിയായില്ല. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. വെറുതെ അല്ല അവന്റെ ഭാര്യ ഇട്ടിട്ട് പോയത്. അതെ, അതങ്ങനല്ല. സ്ത്രീധന ബാക്കി കൊടുക്കാണ്ടെന്നും പറഞ്ഞിട്ടേ കൊണ്ടാക്കിയതാണ്. അതിന്റെ കാര്യത്തിലൊക്കെ മാധവൻ മിടുക്കനാ. കാശിന്റെ കാര്യത്തിൽ അവനെ പറ്റിക്കാൻ ആർക്കും പറ്റില്ല. ഇതൊരു ശല്യമായല്ലേ. എന്തോന്ന്? എന്താ? നിനക്ക് ഡ്രൈവിംഗ് അറിയോ? അറിയാം. അവരുടെ വീട് അറിയോ? ആരുടെ? മാധവന്റെ ഭാര്യയുടെ, വിജയുടെ അമ്മ അറിയോ? അറിയാം. പിന്നെ നിനക്ക് ആദ്യമേ പറഞ്ഞാലെന്താ? വേഗം പോയി അവരെ കൂട്ടിട്ടു. വേഗം പറഞ്ഞ ഇവിടെ ചടങ്ങുകളുള്ളതാണ്. ചെല്, അവിടെ എന്നാടാ ഊതിക്കാൻ. ഞാൻ അടിച്ചിട്ടില്ല ചേട്ടാ. ഊതറാ. വാറ്റ എവിടുന്ന് അടിച്ചത്? പുറകീന്ന്. നീ വണ്ടി ഓടിക്കോ? എന്നാ കയറ്. കൊണ്ട് അവരെയും കൊണ്ടേ വരാവൂ. ഓ ശരി. കേട്ടോ, ആത്മാവേ പോ. ചേട്ടൻ മാധവേട്ടന്റെ ബോഡി കണ്ടായിരുന്നോ? ഞാൻ കണ്ടാ. തമാശ പ്രദം മാധവേണ്ട കിടപ്പുണ്ടിട്ടേ എനിക്ക് സഹിക്കാൻ പറ്റില്ലടാ. ഞാനവിടെ നിന്നില്ല. എന്ത് കിടപ്പാണത്? ആരെ ടോർച്ചടിക്കണ? ഇവിടെ ആരുടെ വാറ്റടിച്ച്? അടിച്ചില്ല, മാധവേട്ടന് വേണ്ടി വാറ്റിയതാണ്. ഇങ്ങടുത്ത് ഇത് മാധവൻ അടിച്ചാ? കഴിക്കാൻ പറ്റില്ല. അവരൊന്നും ഇതൊന്നും കഴിക്കാനുള്ള ഭാഗ്യമില്ലല്ലോ. എടുത്തോട്ടെ. ചേട്ടാ, നീങ്ങടുത്ത് അയാളെ പിടിച്ചാണ്ട് ഇടിച്ചാലോ? നീയാ? നീ പോടാ, വെറുതെ ആവശ്യം. ചേട്ടാ, ഈ ഫോട്ടോ കിട്ടിയുള്ളൂ. അയ്യോ, ഇതത്ര ക്ലിയർ അല്ലല്ലോ. പത്രത്തിൽ കൊടുക്കാനല്ലേ? വേറെ നല്ല ഫോട്ടോ ഉണ്ടോ നോക്കി. ഇതിപ്പോ അടിയിൽ പേരെഴുതുന്നുണ്ടല്ലോ, അതുപോലെ. അല്ലെങ്കിൽ തന്നെ ചരമക്കോളത്തിൽ വരുന്ന ഏത് ഫോട്ടോ തിരിച്ചറിയാൻ പറ്റുന്ന? ഇത് മാറ്റിക്കൊണ്ടു. മോനേടാ, അമ്മയെ വിളിക്കാൻ ഞാൻ കാർ അയച്ചിട്ടുണ്ട്. അമ്മ അവിടുത്തെ അമ്മാവൻ്റെ കൂടെ വന്നോളൂ. അല്ല, അവരാരുടെ കൂടെ വന്നോട്ടെ. പക്ഷെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ, അല്ലേ? പത്രത്തിൽ വിടാനുള്ളതെല്ലാം എഴുതിയെടുത്താ? നോക്കട്ടെ. മാധവൻ വയസ്സ് 62. 62 അവൻ 63 വയസ്സും 3 മാസമായി. ഈ കഴിഞ്ഞ വിഷുവിനായിരുന്നു അവൻ്റെ പിറന്നാൾ. KCBയിൽ നിന്ന് റിട്ടയർ. അത് ശരി.
ഇവൻ ശരിക്കും വെറും ലൈൻമാനായിട്ട് കയറി ഒരുത്തണം. ശരി. പിന്നെ അവിടെ ഇരുന്ന് മൂത്ത് ഓവർസീറായി. മക്കൾ 2. അത് കറക്റ്റ് തന്നെ. മൂത്തവനും ഇവിടെ ഉണ്ട്, രണ്ടാമത്തെ അങ്ങ് പുറത്താ. വരാനൊന്നും പോണില്ല. ഇവനുമായിട്ട് ഉടക്കല്ലേ, കണ്ടാ വെട്ടി കയറും അല്ലേ. ഈ മാധവനുണ്ടല്ലോ, എന്നെ ഒരുപാട് ദ്രോഹിച്ചിട്ടുള്ള ഒരുത്തനാ. എന്റെ മോളുടെ കല്യാണം പോലും മുടക്കാൻ നോക്കി ഒരുത്തനവൻ. ഇതൊന്നും പത്രത്തിൽ കൊടുക്കാൻ പറ്റില്ല ഏട്ടാ. ഇതിലും വൃത്തികെട്ട കാര്യങ്ങളാണല്ലോ ഞാൻ ഡെയിലി പത്രത്തിൽ വായിക്കണത്. ആശാനെ അവിടെ കാരമുള്ളുണ്ട്, സൂക്ഷിക്കണേ. ഏതൊക്കെയാ? ഇത് മാധവന്റെ അപ്പ, ഇത് അമ്മത്തെ. അപ്പന്റെ ആ മണ്ട പോയല്ലോ. അത് ഇടി വീണതാ. ആ തള്ളത്തെങ്ങ് ഉണ്ടില്ലേ പളവളാന്ന്, ചുറ്റുമുള്ള മരങ്ങളുടെ വെള്ളം ഊറ്റിയെടുത്തിട്ടാ. ഈ അമ്മ തെങ്ങിന്റെ അച്ഛൻ തെങ്ങിന്റെ ഏകദേശം ഒത്ത നടുക്കായിട്ട് കിടത്തിയാണ്. മനസമാധാനം കിട്ടരുത്, അത്രേ ഉള്ളൂ. ഇവിടെ ഇവിടെ അവിടെ ആയിട്ട് തന്നെ. ഇവിടെ വെട്ടിക്കോ. നിനക്ക് അങ്ങനെ തന്നെ വേണം. നിന്നെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ തന്നെ അടക്കണം. അപ്പൻ്റെ അമ്മയുടെയും സ്വത്തെല്ലാം നിനക്കല്ലേ കിട്ടിയത്, എനിക്കൊന്നും തന്നില്ലല്ലോ. അതെ, ഈ ശങ്കുണി ഇതിൽ എല്ലാത്തിലും കാര്യം അഭിപ്രായം പറയണല്ലോ. നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണ വെറുതെ ആവും. വേറൊരു വീട്ടിൽ ഇയാൾ ഇങ്ങനെ ആവേശം കാണിക്കണം കണ്ടിട്ടില്ലല്ലോ. എടാ നീ ഒന്ന് സമാധാനപ്പെട്. എന്റെ അടുത്ത് ആള് കണ്ട്രാക്ക് പറയാൻ വന്നാ. നീ പറയുന്ന ഇവര് വെട്ടുള്ളൂ, നീ പറയുന്ന കേക്ക്. അല്ലാണ്ട് അയാൾക്ക് മരത്തിനെ പറ്റി എന്ത് കുന്തറിയാ. ഈ മരം വെട്ടാ, ഇത് മതി. മതി, ഇത് മതി, ഇത് മതി. ഇതാ നല്ലത്. ഇതാവുമ്പോ എങ്ങോട്ട് വേണമെങ്കിൽ മറിക്കാം. അതൊന്നും വേണ്ട, ഈ മാവ് മതി. ഇതിന്റെ കൊമ്പൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വടവും കെട്ടിയിട്ട് ഇങ്ങനെ കിഴക്കോട്ടങ്ങ് മറിച്ചേരെ. അത് ശരിയാവില്ല, ഞങ്ങൾ ഈ മരം മുറിക്കണം. എടാ അതൊന്നും പോരാ, നീ വിചാരിക്കുന്ന പോലെ അല്ല, ഒരുപാട് വിറവ് വേണം. കത്താൻ ഇത്തിരി പ്രയാസമുള്ള, നിനക്കറിയില്ലേ? അത്രയ്ക്ക് കഠിനമായിരുന്നില്ല അവന്റെ നെഞ്ച്. ആശാന്റെ വീട്ടിൽ ഇതുപോലത്തെ മുഴുത്ത് മാവുണ്ടെങ്കിൽ നോക്കി വെച്ചോ, മിക്കവാറും ഉടനെ ആവശ്യം വരും. ഇത് തന്നെ മുറിക്കാം, നല്ല കറയുള്ള മാവാ, നിന്ന് കത്തിക്കോളൂ. എന്നാ പിന്നെ റബ്ബറായി കൂടെ, അതിലാവുമ്പോ പാലും ഉണ്ടല്ലോ. ഇത് മതി, മനസ്സിലായില്ലേ? എൻ്റെ അപ്പനെ കത്തിക്കാനുള്ള മാവേ പുള്ളി തന്നെ പ്രവർത്തിയിട്ടുണ്ടായിരുന്നു. ഡെയിലി വെള്ളം ഒഴിക്കും, പക്ഷേ അതിനൊരു മാങ്ങ പോലും പറിക്കാൻ സമ്മതിക്കില്ലായിരുന്നു. മോനടാ അമ്മയെ വിളിച്ചോണ്ടാകത്തോട്ടു, ആ ബാഗ് കൊടുത്തു. അച്ഛൻ്റെ അടുത്ത് കൊണ്ട് ഇരുത്ത്, കരയട്ടെ. അമ്മ ഇവിടെ വന്നിരിക്കുക, അവിടെയാണ് ആൾക്കാർ. അമ്മ അയാൾ എന്ത് ഷോ ഇവിടെ കാണിച്ചോണ്ടിരിക്കണെന്ന് അറിയോ? നീ നടക്കങ്ങോട്ട്. എല്ലാം കൂടെ ഞാൻ ചവിട്ടി പീത്തിക്കളയും. അറിയുന്നൂടെ എന്തോ അവിടെ നീയാണോ? ഏതാ ഉള്ള? ഇതേ ഉള്ളു. എനിക്കൊന്നും വേണ്ട, അറിഞ്ഞോ പോളച്ചാ. മാധവന്റെ ഭാര്യയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അവര് വന്നോ? പക്ഷെ അത്താലും നീ സ്വസ്ഥത കൊടുക്കത്തില്ല. അല്ല, നീ പോലും വന്നല്ലോ. എനിക്കതല്ല, ഈ 63-ാമത്തെ വയസ്സിലും സ്ത്രീധന തുകയുടെ ബാക്കി കിട്ടിയില്ല എന്ന് പറഞ്ഞ് പെണ്ണും പിള്ളെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കിയ കേരളത്തിലെ ആദ്യത്തെ കേസായിരിക്കും. പല നോർത്ത് ഇന്ത്യയിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ വിവരദോഷം. അതിപ്പോ നീയും സ്ത്രീധനം വാങ്ങിയിട്ടല്ലേ കിട്ടിയത്, ആക്കി തരാനില്ലാത്തോണ്ട് തിരിച്ചു കൊണ്ടാക്കിയില്ല, അത്രയല്ലേ ഉള്ളൂ. ഞാൻ ഈ മാധവനെ പോലെ കുത്തിന് പിടിച്ചല്ല വാങ്ങിയത്, എനിക്ക് തന്നത് ഞാൻ വാങ്ങി, അത്രേ ഉള്ളൂ. കണ്ട അവന്റെ ദ്രവിച്ചൊരു കിണ്ടി. പോളച്ചനറിയോ, ഈ കിണ്ടി അവൻ എന്റെ കാലിൽ കയറ്റി ഇറക്കാൻ നോക്കിയത്. അന്നത് സ്റ്റാർട്ട് ആവത്തോണ്ട് ഞാൻ കഷ്ടിച്ച് രക്ഷപ്പെട്ടു. അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ, പിന്നെ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. കഴിഞ്ഞിട്ടില്ല പോള, ഞാനിപ്പോ വരാം. അമ്മോട് നടക്കുന്നതല്ല അറിഞ്ഞ അയാൾ ഇവിടെ കിടന്ന് പട്ടി ഷോ കാണിച്ചോണ്ടിരിക്കുക. അത് വന്നപ്പോ തന്നെ ഞാൻ കണ്ടായിരുന്നു. അമ്മ അതിന് വക്കീൽ നോട്ടീസ് അയച്ചേ? ഡിവോഴ്സ് നോട്ടീസ് അയക്കേണ്ട പ്രായണത്. ഭാഗ്യത്തിനത് എന്റെ കയ്യിൽ കിട്ടിയേ. അച്ഛൻ അറിഞ്ഞില്ലായിരുന്നല്ലോ. അമ്മ സത്യം ആരോടും പറഞ്ഞല്ല, ഇനി ആരോടും പറയൂല. പെൻഷൻ കിട്ടുമെന്ന് വിചാരിച്ച അവള് കാറിൽ കയറി ഇങ്ങോട്ട് വന്നത്. അമ്മയെ പെൻഷൻ ഒന്നും കിട്ടാൻ പോണില്ല, അവരെ ഡിവോഴ്സ്ഡാ. അമ്മ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഇനിയിപ്പം നിയമപരമായിട്ട് അമ്മായിക്കാണ് അത് കിട്ടുക. അതിന് നിയമമൊന്നുമില്ലടി, ഞാൻ അതൊക്കെ മുന്നേ തിരക്കായിരുന്നു. അതെ, ആ സ്ത്രീധനത്തിന്റെ ബാക്കി വല്ലതും ഇപ്പോഴേലും വരാൻ
കരാറ് പറഞ്ഞ സ്വർണം 25 പവൻ. കിട്ടിയത് 15 + 3 + 2 20. ബാക്കി കിട്ടാനുള്ളത് 5 പവൻ. ഒരാൾ എനിക്കൊരു 5 പവൻ തരാനുണ്ട്. അച്ഛനെ പറ്റിച്ചാളോ? ആ, വലിയ കുടുംബക്കാരാ. പേര് നളിനി. കുടുംബ പേര് മാത്രമേ ഉള്ളൂ. പക്ഷെ 5 പവൻ കിട്ടുമെന്നുള്ളത് സംശയമാണ്. അതിനിപ്പോ ഈ പ്രായത്തിൽ കിട്ടാനൊന്നും പോണില്ല. അന്തസ്സുള്ള കുടുംബക്കാരാണെങ്കിൽ അന്നേരം തന്നെ. അച്ഛാ, സ്റ്റീം കേക്ക്. താങ്ക് യു. 2 മുട്ടയും. കുഴിയിലോട്ട് കാലി നീട്ടിയിരിക്കുമ്പോഴാ ശ്രീധനത്തിന്റെ ബാക്കി. എത്ര പ്രായമായാലും കിട്ടാക്കടം വാങ്ങാൻ മാധവൻ അറിയാം. നിന്റെ നാറി ആങ്ങളില്ലേ, അവൻ്റെ കയ്യിൽ നിന്ന് മാധവൻ വാങ്ങും. എന്നിട്ടേ ഞാൻ കുഴിയിലോട്ട് പോകും. വീട്ടുകാരെ, നാട്ടുകാരെയും രാജ്യത്തെയും പറ്റി ജീവിക്കുന്നവൻ നിന്റെ ആങ്ങളാരാടി. ഇപ്പൊ നോക്കല്ലേ, ഇതാടാ ചൊറിയ ചങ്കുണ്ണി. നീ വണ്ടി എടുക്കും മനോജെ. എവിടെ പോയി കിട്ടൂടാ? കസേര 1500. എന്തോ മരണ വീടാണ് പൊതിയച്ചിരി. ശശിയേട്ടന്റെ പറമ്പില്. ഇങ്ങോട്ട് വന്ന്. എന്താ ഏട്ടാ? ഇതെന്താ? കത്തി ഏട്ടാ. അത് മനസ്സിലായി. ഇതും കൊണ്ട് എങ്ങോട്ടാ? വാഴയില വെട്ടാൻ പോവേട്ടാ. അവനുള്ള ഇല നീ വെട്ടാനോ? ഇല്ല ഏട്ടാ, ഞാൻ പൊക്കോളാം. ഇറങ്ങടേ. എടാ ഞാൻ പോവാടാ. മോനെ, ഞാൻ പോയി ഇല വെട്ടിയിട്ട് വരാം. എന്റെ തോട്ടത്തിൽ വിടും. എടാ, നിന്റെ ഒരു ചെറിയ ഹെൽപ്പാണ്. ആശാനെ, ഈ ഇല എങ്ങനെയുണ്ട്? അത് വെച്ച് ചോറ് പൊതിയാനേ പറ്റൂ. അവന്റെ സൈസിനുള്ള ഇല എനിക്കറിയാം. ഇത് മതി. ഇല വെട്ടിക്കോടാ, നിന്റെ അപ്പനെ കിടത്താം. അവനെ കിടത്താനുള്ള ഇലയുടെ നീളം പോലും ഇവനറിയാം. ചീട്ട് നിന്റെ കയ്യിലുണ്ടോ? കാര്യം രണ്ടുപേരും തമ്മിൽ ശത്രുക്കളാണെങ്കിലും അവരുടെ തർക്കഭൂമി മൂന്നാമതൊരുത്തൻ കേറിയ. ഇന്നാളാ കഞ്ചാവ് പിള്ളേർ അവിടെ രാത്രി കയറി ടെണ്ടടിച്ചില്ലേ? അന്ന് രാത്രി ഒരു രണ്ടും കൂടെ ഒരു ഇറക്കാൻ കൊണ്ടിറങ്ങി. ഒരുത്തൻ കളരിയും ഒരുത്തൻ കരാട്ടയാണല്ലോ. പിന്നെ അവിടെ നടന്നത് മാധവൻ പറയുന്നത് കേട്ടാ ആരും വിശ്വസിക്കുന്നു. കണ്ടാ പോലും വിശ്വസിക്കുന്നു. രണ്ടാളും ഉണ്ടായിരുന്നു, പക്ഷെ മാധവൻ ചേട്ടന്റെ ഒറ്റയ്ക്കുള്ള ആക്ഷൻ ആയിരുന്നു. അത് മാധവൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അടുത്തത് 4. പിന്നെ അവസാനത്തവനെ കഴുത്തി പിടിച്ച് വലിച്ചങ്ങടെ എറിഞ്ഞപ്പോ വരുന്നു ചങ്കുണ്ണി.
എന്നിട്ട് എന്ത് ഒരാള് ഞാൻ നോക്കുമ്പോ ദേ മുട്ടിലിങ്ങനെ എഴഞ്ഞു പോണ് മാധവനോടാ. കഴുത്തിന് എന്ത് പറ്റി? ഒന്നുമില്ല. ചുമ്മാ പോച്ച അടിക്കാടെ. അടി കൊടുത്തത് ശങ്കുണ്ണി ചേട്ടനാണ്. അവനും അവന്റെ ഒരു മാധവൻ ചേട്ടൻ. പോടാ. അങ്ങനെ തന്നെയാ ഞാനും കേട്ടത്. എന്റെ നേരെ വരുന്നമാരെയൊക്കെ ചാടി ഇതുപോലെ നെഞ്ചാമൂലി ചവിട്ടിട്ട് തിരിഞ്ഞു നോക്കുമ്പോ പെമ്പിള്ളാർ അവനെ വാരി എടുത്ത് പൊറോട്ട അടിച്ചോണ്ടിരിക്കുക. ഉടലിപ്പുറവും തല അപ്പുറവും. അവൻ കുറെ ഊരി എടുക്കാൻ നോക്കി, പക്ഷെ നടന്നില്ല. അവസാനം ഈ മുള്ളുവേലി ഇങ്ങനെ തലയെ കുരുങ്ങിയിട്ട് ഊരാൻ പറ്റാണ്ട് ഈ പീലിക്കാവടി എടുക്കൂലേ, അതുപോലെ ഇതും പിടിച്ചോണ്ടൊരു ഓട്ടം. നേരെ ശ്രീമുരുക ലയത്തിൽ പോയി മുള്ളുവേലി കട്ട് ചെയ്തിട്ടാ തല പുറത്തെടുത്ത്. ഇപ്പൊ മുള്ളുവേലി എന്ന് പറഞ്ഞാൽ അവൻ മുള്ളും. എന്റെ പഠിച്ചോളെ. ശരിക്കും പറഞ്ഞ നമ്മുടെ അപ്പന്മാർക്ക് പൊതിര തല്ലി കിട്ടി. പിള്ളേര് വെറുതെ ഇരിക്കും. മിസ്റ്റർ, ഞങ്ങളൊരു സീനിയർ സിറ്റിസൺ ആണ്. ഞങ്ങൾ തെറ്റ് ചെയ്താൽ നിങ്ങൾ യങ്സ്റ്റേഴ്സ് അല്ലേ പൊറുക്കേണ്ടത്? ഞാനാ ഇവിടെ 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നല്ലോ. മോളെ മാമൻ കമാന്നൊരു അക്ഷരം മിണ്ടിയ മോളെടുത്ത് മിണ്ടിയ ഞാനും മിണ്ടിയില്ല. അയ്യേ, അത് ഞാൻ വിളിച്ചു. ബിക്കോസ് ഞാൻ നിങ്ങളുടെ കൂടെ ആ ബ്രോയിലർ ചിക്കനെ കണ്ടു, അതുകൊണ്ടാണ്. പ്ലീസ് നിങ്ങൾ യങ്സ്റ്റേഴ്സ് ക്ഷമിക്കണം. ഇവിടെ ആരും അറിയില്ല. മുരുകനാണ് ഒരാളും അറിയാൻ പോലുള്ള പൊക്കോ. ചവിട്ടി